ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ പെരുന്നാരാവിന്റെ വ്ലോഗ് ആയിട്ടാണ്. എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം. നോമ്പിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഉള്ള നോമ്പ് തുറയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, പുറത്തുനിന്നുള്ള വീഡിയോസ് ഒക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പിന്നെ വർക്കിൻ്റെതും എല്ലാ തിരക്കുകളുടെ ഇടയിലും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിലേ ആവുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് മൈലാഞ്ചി ഇടലാണ്. ഞാൻ ഇന്നലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് മൈലാഞ്ചി ഇട്ടു. ഇനി റൈറ്റ് ഹാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആരെ കൊണ്ട് ഇടിപ്പിക്കുന്നു ആലോചിച്ചിരിക്കുന്നു. അപ്പോഴൊരാളെ കിട്ടിയിട്ടുണ്ട് മൈലാഞ്ചി ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കയ്യിന്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് മൈലാഞ്ചി ഇടലിലേക്ക് കടക്കാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പെരുന്നാരാവിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്, നടക്കാറ് എന്തൊക്കെ ഒരുക്കങ്ങളാണ്, അതൊക്കെ വീഡിയോയിൽ ഉണ്ടാവും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ശരി, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ചെറിയ പെരുന്നാൾ വന്നല്ലോ സന്തോഷരാവ്, ചെറിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്, നന്മ നിറഞ്ഞൊഴുകും സ്നേഹത്തിൻ സന്തോഷനാള്, അത്തറ പൂശി നടക്കും കിളിയേ കടവത്ത്, ചെറിയ പെരുന്നാൾ വന്നല്ലോ സന്തോഷനാള്. അപ്പോ എന്താണ് പെരുന്നാളിന് സ്പെഷ്യല് ഒന്നുമില്ല. നമ്മള് ബിരിയാണി നെയ്ച്ചോറൊക്കെ തന്നെ ഇത്ര ദിവസം കഴിച്ചിരുന്നത്. അപ്പൊ ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. വെറൈറ്റി ആണോ അതോ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കണോ അതോ എല്ലാ പെരുന്നാളിലും തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മള് ചോറ്, ബീഫ് റോസ്റ്റ്, മോര് കറി, പിന്നെ ചിക്കൻ പൊരിച്ചത്, പപ്പടം, അവിയല്, ഇഞ്ചിപ്പുളി അതൊക്കെ തന്നെ ഉച്ചക്ക്. പിന്നെ ഒരു ചെറിയൊരു മധുരത്തിന് ഒരു പായസം ഉണ്ടാവും, അത്ര തന്നെ. പിന്നെ രണ്ടാം പെരുന്നാളിലാണ് ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കുക. മതിയല്ലോ? അത് മതി. ഇപ്പൊ എന്താ ഉണ്ടാക്കാനാ ചെയ്തോണ്ടിരിക്കണോ? ഇപ്പൊ ഇഞ്ചിപ്പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ അമ്മച്ചനോട് പറഞ്ഞ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ നന്നാക്കി തരാന്ന്. ആയിക്കോട്ടെ, നന്നായിക്കോ. ആദ്യം മൈലാഞ്ചി ഇട്ടു. മൈലാഞ്ചി ഇട്ടുമായിരുന്നു. അതെ, മൈലാഞ്ചി ഇട്ടരോ? എനിക്ക് ഞാൻ ഇടത് കയ്യിൽ ഇട്ടു, വലത് കയ്യിൽ മാത്രം ഇട്ടെന്നാ മതി. ഇട്ടരോ? ട്രൈ ചെയ്ത് നോക്ക്, നല്ല ഡിസൈൻ വേണം കേട്ടാ. അപ്പൊ ഗൈസ്, മൈലാഞ്ചി ഇടാനുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. എന്റെ കൈ കോളാക്കി തരരുതിട്ടാ, ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇത് ഫൈനലായിട്ട് നിങ്ങളും അഭിപ്രായം പറയണം. ഒരു പരീക്ഷണമാണ്. കൈ കൊളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോസിലൊക്കെ ബോറാവൂട്ടാ. അപ്പൊ ശരി, നമ്മള് ഈ കൊല്ലത്തെ ഇത് അവിടെ താത്താൻ കൊണ്ട കൊടുത്ത്, ഇത് ഈ കൊല്ലത്തെ ഈദുൽ ഫിത്തർ അടുത്തോളം കൊടുക്കാനാണ്. ഏത് വീട്ടിക്ക? അവിടുത്തെ നടക്ക് ഫ്രണ്ടില്. ബെല്ലടിക്കും. അപ്പൊ ഈ ഡിസൈനാണ് ഇടുന്നത്. ഇതാണ് മംഗോളി ഡിസൈന്. അതെ. ആദ്യം പെന്നേല് വെച്ചിട്ട് പിന്നെ മൈലാഞ്ചിയിൽ ഇട്ടാണ് പറഞ്ഞത്. പെന്നെ പിടിക്കണ പോലെ പിടിച്ചൂടെ?
ഒന്നും കൂടെ ഒരു ലൈനല്ലേ അവിടെ മിസ്സായിരിക്കണം. കുഴപ്പമില്ല ഇരുന്നത് ഇത് നോക്ക്. ഇതാണ് അപ്പോൾ ഫൈനലായിട്ട് നമ്മളുടെ ബ്രദർ ഇട്ടെന്ന അപ്പോൾ ഇതാണ് മണിക്കൂറുകൾ ഇരുന്നിട്ടുണ്ട് ഇട്ട മൈലാഞ്ചി. എങ്ങനെയുണ്ട്? ഇവിടെ ഇടാൻ വേണ്ടി ടൈം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം